മലയാളികളെ ഇത്രയധികം മുൾമുനയിൽ നിർത്തിയ ഒരു സിനിമ അടുത്ത കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടുണ്ടാകില്ല. അത്രയധികം എമ്പുരാൻ പ്രേക്ഷകരെ ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട്. ആദ്യം റിലീസിനെ പറ്റിയുള്ള സംശയങ്ങൾ, പിന്നീട് അത് ബുക്കിങ്ങിനെ പറ്റിയായി. മാർച്ച് 27 ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ റിലീസ് ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ വരെ വന്നു. ഒടുവിൽ ബുക്കിംഗ് എന്ന് ആരംഭിക്കുമെന്നായി അത്. പിന്നീട് സംശയങ്ങൾക്ക് അറുതി വരുത്തി മാർച്ച് 21 രാവിലെ 9 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കുമെന്ന വാർത്ത വന്നയുടെ ആരാധകരിൽ വന്ന ആവേശം ചെറുതല്ല. സിനിമ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ ഏത് തിയേറ്ററിൽ ബുക്ക് ചെയ്യണമെന്നും ഏത് സീറ്റ് എടുക്കണമെന്നും കൂലങ്കുഷമായ ചർച്ചകൾ നടന്നു. ഗംഭീര ബുക്കിംഗ് നടത്തുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ പ്രഡിക്ഷന്റെ എല്ലാ പരിധികളും തിരുത്തി കുറിച്ചുകൊണ്ട് കത്തിക്കയറുകയാണ് എമ്പുരാന്റെ ബുക്കിംഗ്. കേരളത്തിലെ ലിയോയുടെ ആദ്യദിന കളക്ഷനെ മറികടക്കുമോ എന്ന ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയ ബുക്കിംഗ് അതിന് റിലീസ് ദിവസം വരെ കാത്തിരിക്കേണ്ടി വരില്ല. അതിനു മുൻപ് ലിയോയുടെ റെക്കോർഡും അതിനപ്പുറവും എമ്പുരാൻ ചാടിക്കടക്കുമെന്ന മറുപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ടാണ് എമ്പുരാൻ അഡ്വാൻസ് ബുക്കിംഗിൽ ചരിത്രം കുറിക്കുന്നത്. ഓപ്പണായി ആദ്യ മണിക്കൂറിൽ സിനിമ വിറ്റത് 96.14K ടിക്കറ്റുകളാണ്. ഒരു ഇന്ത്യൻ സിനിമ പ്രീസെയിലിൽ ആദ്യ മണിക്കൂറിൽ നേടുന്ന ഏറ്റവും ഉയർന്ന ബുക്കിംഗ് ആണിത്. വമ്പൻ പാൻ ഇന്ത്യൻ സിനിമകളായ പുഷ്പ 2, ജവാൻ, ലിയോ, സലാർ തുടങ്ങിയവയെ മറികടന്നാണ് എമ്പുരാൻ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഷാരൂഖ് ഖാൻ നായകനായ ജവാൻ ആയിരുന്നു ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നിട്ട് നിന്നിരുന്നത്. 85,000 ടിക്കറ്റുകളാണ് ജവാൻ വിറ്റിരുന്നത്. രണ്ടാം സ്ഥാനം വിജയ് ചിത്രം ലിയോയ്ക്കായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 82,000-ൽ കൂടുതൽ ടിക്കറ്റുകളാണ് ചിത്രം വിറ്റിരുന്നത്. തൊട്ടു താഴെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ 2 ആണ്. 80,000-ഓളം ടിക്കറ്റുകളാണ് പുഷ്പ വിറ്റത്. ഒരു മണിക്കൂറിലാണ് ഈ റെക്കോർഡുകളെല്ലാം എമ്പുരാൻ തകർത്തെറിഞ്ഞത്. ബുക്കിംഗ് തുടങ്ങി 8 മണിക്കൂറിനുള്ളിൽ 7.40 കോടിയാണ് എമ്പുരാന്റെ പ്രീ സെയിൽ കളക്ഷൻ. ഇത് ഫാൻ ഷോകൾ ഉൾപ്പെടുത്താത്ത കണക്കുകളാണ്. ഇത് ഇനിയും കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിലീസിന് ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചിത്രം പ്രീ സെയിലിൽ നിന്ന് മാത്രം ലിയോയുടെ 12 കോടി മറികടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. പല തിയേറ്ററുകളിലും ടിക്കറ്റ് ലഭിച്ചില്ലെന്നുള്ള പരാതികളാണ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നത്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിയേറ്ററിൽ കാണണമെന്ന് പ്ലാനിട്ട പലരും ഇപ്പോൾ ഏതെങ്കിലും തിയേറ്ററിൽ ഏതെങ്കിലും സീറ്റ് കിട്ടിയാൽ മതിയെന്ന അവസ്ഥയിലാണ്. തൃശ്ശൂരിലെ രാഗം തിയേറ്ററിൽ 1 മണിക്കൂറിനുള്ളിൽ 5 ദിവസത്തെ എല്ലാ ഷോയും ഫുള്ളായത് ചിത്രത്തിനായി പ്രേക്ഷകർ എത്രത്തോളം കാത്തിരിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി പ്രേക്ഷകർ തിയേറ്റർ കൗണ്ടറിലേക്ക് ഓടുന്നതും വീഴുന്നതും പിന്നെയും എണീറ്റ് ഓടുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. PVR, ഐനോക്സ് സ്ക്രീനുകളിൽ 900 അല്ലെങ്കിൽ 1000 മുതലാണ് ടിക്കറ്റ് ചാർജുകൾ ആരംഭിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അവയെല്ലാം തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വിറ്റുതീരുന്നത്. തമിഴ്, തെലുങ്ക്, ബോളിവുഡ് പ്രേക്ഷകരടക്കം എമ്പുരാന്റെ ഈ നേട്ടത്തെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഓരോ ഇൻഡസ്ട്രിയിലെയും സൂപ്പർ താരങ്ങളുടെ റെക്കോർഡുകൾ മണിക്കൂറുകൾ കൊണ്ട് എമ്പുരാൻ മറികടക്കുന്നത് കാണുമ്പോൾ ആരായാലും ഞെട്ടിപ്പോകുമല്ലോ. ആഗോള ബോക്സ് ഓഫീസിലും വമ്പൻ കുതിപ്പാണ് എമ്പുരാൻ നടത്തുന്നത്. നേരത്തെ തുടങ്ങിയ ഓവർസീസ് ബുക്കിംഗ് ഹൗസ് ഫുൾ ഷോകളുമായാണ് മുന്നേറുന്നത്. ചിത്രം ആദ്യ ദിവസം 50 കോടി നേടുമെന്നും കണക്കുകൂട്ടലുണ്ട്. മലയാള സിനിമ ഒന്നടങ്കം എമ്പുരാന്റെ ഈ നേട്ടം ആഘോഷിക്കുകയാണ്. നടീനടന്മാരും സംവിധായകരും മറ്റണിയറ പ്രവർത്തകരുമെല്ലാം എമ്പുരാന്റെ നേട്ടത്തെ മലയാള സിനിമയുടെ വൻ വിജയമായാണ് ആഘോഷിക്കുന്നത്. തമിഴും തെലുങ്കും കന്നഡയും അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ സിനിമകൾ നിർമ്മിക്കുമ്പോൾ മലയാള സിനിമയും ആഗ്രഹിച്ചിരുന്നു അത്തരമൊരു നിമിഷത്തിനായി. എമ്പുരാൻ അതിലേക്കുള്ള യാത്രയിലാണ്. ആ സ്വപ്നത്തിന്റെ കപ്പിത്താനായി മലയാളത്തിന്റെ മോഹൻലാലുണ്ട്, പൃഥ്വിരാജുണ്ട്, മുരളി ഗോപിയുണ്ട്. എത്രയൊക്കെ സിനിമകൾ പരാജയപ്പെട്ടാലും മോഹൻലാൽ മലയാളികൾക്ക് പ്രിയപ്പെട്ടവൻ അല്ലാതാകുന്നില്ല. കാരണം തന്റെ നീണ്ട അഭിനയ വർഷങ്ങളിൽ അയാൾ നമ്മളുടെ മനസ്സിൽ ആർക്കും തകർക്കാനാകാത്ത ഒരു സ്ഥാനം നേടിയിട്ടുണ്ട്. ഇന്ന് ആ മോഹൻലാലിനെ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുകയാണ്. എമ്പുരാന്റെ വരവിനായി കാത്തിരിക്കുകയാണ്. കളക്ഷൻ റെക്കോർഡുകൾക്കൊപ്പം മലയാള സിനിമയിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കാൻ എമ്പുരാന് സാധിക്കട്ടെ.